ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കരിവേപ്പില വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ കരിവേപ്പില എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ? അപ്പോൾ കരിവേപ്പിലയൊക്കെ നന്നായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് കളയാണ്ട് ഇതുപോലെ ചമ്മന്തിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ലൂസിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അച്ചാറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കരിവേപ്പില ഗുണങ്ങൾ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മുടിക്കും എല്ലാത്തിനും നമുക്ക് കരിവേപ്പില വളരെ നല്ലതാണ്. അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ ഇഡ്ഡലി, ദോശ, ചപ്പാത്തിക്കൊക്കെ ഈ കരിവേപ്പില ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കരിവേപ്പില ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കരിവേപ്പില നന്നായി കഴുകി അതിലെ വെള്ളം നനവൊക്കെ ഒന്ന് തോർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം നനവില്ലാണ്ട് വേണം നമ്മൾ കരിവേപ്പില എടുക്കാനായിട്ട്. അത് തണ്ടിൽ നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഇനി കരിവേപ്പില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ ബാക്കിലൊക്കെ മാറാലെയോ മറ്റുള്ള പ്രാണികളോ ഒക്കെ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ പഴുത്തതോ കേടുള്ളതോ ആയ ഇലയൊന്നും എടുക്കരുത്. അപ്പോൾ അങ്ങനെ ഞാൻ നല്ലോണം അതിൻ്റെ വെള്ളം നനവൊക്കെ തോർത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് അത് കുതിർന്ന് വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ, മുഴുവനോടെയുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഈ കടുകൊക്കെ പൊട്ടി വരണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഉലുവയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയൊക്കെ ഇവിടെ ചൂടാറി വന്നപ്പോൾ ഞാനിത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കരിവേപ്പില ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന പോലെ ഇത് ഒന്ന് വറുത്തെടുക്കാം കരിവേപ്പില. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കരിവേപ്പിലയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ കരിവേപ്പില നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലിയും കടുകും ഉലുവയൊക്കെ ഉണ്ടല്ലോ, ആ പൊടിയിലേക്ക് നമുക്ക് ഈ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ കരിവേപ്പിലയൊക്കെ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളി അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കരിപ്പെട്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കരിപ്പെട്ടിക്ക് പകരം ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരു 2-3 ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അതല്ല കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണെങ്കിൽ വെള്ളത്തിന് പകരം നമ്മൾ നല്ലെണ്ണ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. കരിവേപ്പില ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു കടുക് പൊട്ടിക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കരിവേപ്പില ചമ്മന്തി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കരിവേപ്പില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ കരിവേപ്പിലയൊക്കെ കറിയിൽ നിന്ന് എടുത്ത് കളയണ എല്ലാവരും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വയറ്റിലേക്ക് ചെല്ലും. അപ്പോൾ ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് നമ്മൾ നല്ല ചൂടുള്ള ചോറും കരിവേപ്പില ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് ഉരുളകളായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.